ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 10 മണി പ്രൂണിങ് പ്ലസ് ഒരു റീപോട്ടിങ്ങുമാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുന്നേ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലൊരു 10 മണിയുടെ കവർ നിലത്ത് വീണ് ആകെ കേടായിപ്പോയി. കുറച്ച് പഴക്കമുള്ള കവറാണ്, അതാണ് പെട്ടെന്ന് കേടന്നു പോയത്. നമ്മുടെ കയ്യിൽ അപ്പോൾ മണ്ണോ അതിന് വേണ്ട വളമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളതവിടെ വെച്ചിരിക്കുകയായിരുന്നു. 2-3 ദിവസമായി അതവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കൂടാതെ കുറച്ച് 10 മണിയുടെ പ്ലാന്റും വേറൊരു സെക്യുലൻറ്റ് പ്ലാന്റും കൂടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചെടികളോട് ഇഷ്ടമുള്ള ആൾക്കാർ എവിടെ പോയാലും ഏതെങ്കിലും ഒരു ചെടീൻ്റെ ഒരു ചെറിയ കട്ടിങ്ങെങ്കിലും കൊണ്ടുവരാൻ മറക്കൂലല്ലോ. അതുപോലെ ഒരു കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി വന്നപ്പോൾ കിട്ടിയതാണ് ഈ സെക്യുലൻറ്റ് പ്ലാന്റ്. ഒരാഴ്ചയിലധികമായി അതവിടെ നിൽക്കൽ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിന്ന് അതും കൂടി ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് മണ്ണും ഇത്രയും ചാണകപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നത്. 10 മണി വേറെ വളങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം സൂര്യപ്രകാശം അതിൽ കിട്ടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടുന്ന ഒരു ചെടിയാണ്. പിന്നെ ഈ ചെടി നടാൻ നിങ്ങൾ പോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഇതേപോലെ വീതിയുള്ള ഉയരം അധികം ഇല്ലാത്ത ചട്ടികൾ തന്നെ നോക്കി സെലക്ട് ചെയ്യുക. അപ്പോൾ 4 പോട്ടിലാണ് നമ്മളിപ്പോൾ 10 മണികൾ നടുന്നത്. അത്യാവശ്യം നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റാണ് 10 മണി. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള വെയിൽ കൊണ്ടാലും നല്ലതാണ് ഇതിന്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആയതുകൊണ്ട് നമ്മളും ഒരു ഓഫർ സെയിൽ നടത്താൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാനിന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നതാണ്. 15 ദിവസം കൂടുന്തോറും 10 മണി പ്രൂൺ ചെയ്യുന്നത് ചെടിക്ക് വളരെ നല്ലതാണ്. അത് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. പ്രൂൺ ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഉണ്ടാവുന്ന പൂവുകളും മുട്ടുകളും നുള്ളി കളഞ്ഞിട്ട് വേണം നമ്മൾ ചെടി മാറ്റി നടാൻ വേണ്ടിയിട്ട്. ആ സെക്യുലൻറ്റ് പ്ലാന്റിൻ്റെ ഒപ്പം നമുക്കൊരു അഡീനിയത്തിൻ്റെ ഒരു ചെറിയ തൈ കൂടി കിട്ടിയിട്ടുണ്ട്. അതും നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. പ്രൂണിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ പ്ലാന്റ്സിലും ഇതേപോലെ അതിൻ്റെ പൂക്കളും മുട്ടുകളും നുള്ളി എടുത്തിട്ട് വേണം പ്രൂണിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ചെടി അതിൻ്റെ എല്ലാ എനർജിയും ആ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവും ഉപയോഗിക്കുക. അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ബ്രാഞ്ചുകൾ ആദ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത്രയും റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇനിയും റിപ്പോർട്ട് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അത് നമ്മൾ ആ കവറിൽ തന്നെ സേഫായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ പ്ലാന്റും കുറച്ച് ഡിസ്റ്റൻസ് മാറിയിട്ട് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒക്കെ റെഡി ആയതിന് ശേഷം നമ്മളിതൊരു തണലുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നനച്ചും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സക്യുലൻറ്റ് പ്ലാന്റ്. നന്നായിട്ട് വളർന്നു വന്നാൽ നല്ലൊരു അടിപൊളി പ്ലാന്റാണിത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ വീഡിയോ. ഇന്ന് വൈകിട്ട് നമ്മളൊരു ഓഫർ സെയിലും കൂടി ഇടുന്നുണ്ട്, ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ പോലെ. അപ്പോൾ അതും കൂടി എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്